സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ബൈക്കിൻ്റെ ലോഞ്ച് ഒരു തിയേറ്ററിൽ വെച്ച് നടക്കുന്നത് കണ്ടിട്ടുള്ളത്. ഏറ്റവും പുതിയ ടി വി എസ് റൈഡറിൻ്റെ ഡോക്ടർ ഡൂം എഡിഷൻ്റെ ലോഞ്ചാണ് ഗായ്സ് ഒരു തിയേറ്ററിൽ വെച്ച് ടി വി എസ് നടത്തിയിരിക്കുന്നത്. എപ്പോഴും ടി വി എസ് ഇങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടായിരിക്കും അവരുടെ പുതിയ ലോഞ്ച് ഇവൻറ്റ്സ് നടത്തുന്നത്. അപ്പോൾ ഇപ്രാവശ്യം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ പ്രീമിയറിനോടൊപ്പം തന്നെയാണ് അവർ ഈ ഒരു ലോഞ്ച് നടത്തിയിരിക്കുന്നത്. സിനിമ കഴിഞ്ഞ് അതിൻ്റെ എൻഡ് ക്രെഡിറ്റ്സും കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലോഞ്ച് സർപ്രൈസ് ലോഞ്ച് തന്നെയാണ് അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സിനിമ നമ്മളെ കാണിക്കാനും വേണ്ടി അവർ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ വരെ നമ്മളെ എത്തിച്ചു. എന്നെ മാത്രമല്ല എല്ലാ ജേർണലിസ്റ്റുകളെയും മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും ഒക്കെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ ആ സിനിമയും കാണിച്ച് അതിനുശേഷമാണ് ഈ ഒരു വണ്ടി റിവീലും ചെയ്തത്. സോ ഒരു ട്രൂ മാർവൽ ഫാൻ വെയിൽ തന്നെയാണ് ടി വി എസ് ആ ഒരു ലോഞ്ച് നടത്തിയിരിക്കുന്നത്. സോ വണ്ടി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ. പുതിയ ഗ്രാഫിക്സ്, അതുപോലെ തന്നെ പുതിയ കളർ ഡിസൈൻ. ഇതാണ് ഏറ്റവും പുതിയ ടി വി എസ് റൈഡർ 125 ഡോക്ടർ ഡൂം എഡിഷൻ. ടി വി എസ് മാർവൽ കൊളാബറേഷനിൽ വരുന്ന 5ാമത്തെ മോഡലാണിത്. അതിൽ നമ്മുടെ ഏറ്റവും പുതിയ ആ ഒരു ക്യാരക്ടറായിട്ടുള്ള ഡോക്ടർ ഡൂമിൻ്റെ എഡിഷനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ടാങ്കിൽ തന്നെ കാണാം ഡോക്ടർ ഡൂമിൻ്റെ മാസ്ക്, അതുപോലെ തന്നെ ഡോക്ടർ ഡൂമിൻ്റെ മൊത്തത്തിലുള്ള കാസ്റ്റ്യൂമാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രേ, ബ്ലാക്ക്, അതുപോലെ തന്നെ ആ ഒരു ഗ്രീനിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് മെയിനായിട്ട് ടാങ്കിലാണ് ആ ഒരു ഗ്രാഫിക്സ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ടി വി എസിൻ്റെ ലോഗോ അതിന് താഴെയായിട്ട് അയൺ മാസ്റ്റർ ഓഫ് മെനസ് എന്നുള്ള ഒരു എഴുത്ത് വരുന്നുണ്ട്. താഴെയായിട്ടല്ലേ ആ ഒരു റൈഡറിൻ്റെ ലോഗോ നൈസായിട്ട് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് ടി വി എസ് ഐഗോ അസിസ്റ്റിൻ്റെ ഒരു സിമ്പിളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഐഗോ അസിസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു സിമ്പിൾ അവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഇതല്ലേ ഈ ഒരു സൈഡ് പാനൽസിലൊക്കെ തന്നെ ആ ഒരു ഗ്രാഫിക്സ് കാണാം. ഇവിടെ ഒരു ചെറിയ ഇലക്ട്രിഫൈങ് സംഭവം, പിന്നെ ഗ്രീൻ ആൻഡ് ഗ്രേ കോമ്പിനേഷനും റൈഡറിൻ്റെ ഒരു നൈസ് 3D ബാഡ്ജിങ് കൊടുക്കുന്ന നല്ല പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട് ഇത്. അതുപോലെ തന്നെ ടെയിൽ പോർഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു ഗ്രാഫിക്സ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ടയറിൽ നമുക്ക് ആ ഒരു ചെറിയ ഗ്രീൻ എലമെൻറ്റ് കാണുമ്പോൾ മൊത്തത്തിൽ വണ്ടിക്ക് നൈസ് ഒരു സ്റ്റെൽത്ത് ആൻഡ് മീൻ ലുക്കിംഗ് ആയിട്ടാണ് എനിക്കിതിൽ ഫീൽ ചെയ്തത്. ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു LED DRലോട് കൂടിയിട്ടുള്ള LED ഹെഡ് ലാമ്പാണ് കാണാൻ സാധിക്കുന്നത്. അതിന് താഴെയായിട്ട് നോക്കി കഴിഞ്ഞാൽ ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ് വല്ല വന്നിരിക്കുന്നത്. 17 ഇഞ്ച് അലോയ് വീലും ട്യൂബ്ലെസ് ടയറുമാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇനി എഞ്ചിനിലേക്ക് വരാണെങ്കിൽ 125cc സിംഗിൾ സിലിണ്ടർ എയർ ആൻഡ് ഓയിൽ കൂളായിട്ടുള്ളൊരു എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. 3 വാൽവ് എഞ്ചിനാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഓൾമോസ്റ്റ് 12 bhp പവറും 11.2 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഐഗോ അസിസ്റ്റോടെ വരുന്നുണ്ട്. 11.75 Nm ആണ് ഇതിൻ്റെ ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത്. OBD 2B കംപ്ലൈൻ്റ് ആണ്. അതുപോലെ തന്നെ E20 കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണിത്. നമുക്കിവിടെ ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോൾ കാണാൻ സാധിക്കുന്നതാണ്. അലുമിനിയം ഫിനിഷിൽ വരുന്ന ലിവേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഈക്കോ ആൻഡ് പവർ മോഡ്സ് സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു മോഡ് സ്വിച്ചും കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഐ ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മീറ്റർ കൺസോളുള്ള കാര്യങ്ങളൊക്കെ തന്നെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സീറ്റാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. വെറും 780 mm മാത്രമേ ഇതിൻ്റെ സീറ്റ് ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കും ബിഗിനേഴ്സിനൊക്കെ തന്നെ പറ്റിയൊരു മോട്ടോർ സൈക്കിളാണിത്. സ്പ്ലിറ്റ് സീറ്റ് വരുന്നത് തന്നെ കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ അല്ലേ ആ എക്സോസിലൊക്കെ തന്നെ നമുക്ക് ആ ഒരു അലുമിനിയം ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ നമുക്ക് 17 ഇഞ്ചിൻ്റെ അലോയ് വീലാണ്. പക്ഷേ പുറകിൽ നോക്കുമ്പോൾ കുറച്ച് സ്കിന്നിയർ ആയിട്ടുള്ള ഒരു ടയറാണ് വണ്ടിക്ക് കൊടുത്തിരുന്നത്. കുറച്ചും കൂടെ വൈഡർ ടയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. അതുപോലെ തന്നെ ആ ഒരു DRL പോലെ തന്നെയുള്ള ഒരു ടെയിൽ ലാമ്പ് ഡിസൈനുമാണ് വണ്ടിക്ക് ബാക്കിൽ വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് വരുന്ന ഒരു മോണോ ഷോക്ക് സസ്പെൻഷനാണ്. വണ്ടിക്ക് ടോട്ടൽ വെറും 125 കിലോഗ്രാമോളം കെർബ് വെയിറ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. സോ ഒരു ഓൾ ഡേ യൂസിന് അത്യാവശ്യം നല്ലൊരു ബൈക്ക് തന്നെയാണിത്. അതുപോലെ തന്നെ ടാങ്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു USB Type A ചാർജിങ് കോർഡും കൊടുത്തിട്ടുണ്ട്. TVSൻ്റെ സ്മാർട്ട് ടെക്സ് കണക്ടിവിറ്റി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇത് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ പെയർ ചെയ്തിട്ട് 10x10 നാവിഗേറ്റ്, അതുപോലെ തന്നെ അവരുടെ സ്മാർട്ട് ടെക്സ് കണക്ട് ആപ്പിലുള്ള ഡേറ്റയൊക്കെ തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. 10 ലിറ്ററിൻ്റെ ഒരു ഫ്യൂൽ ടാങ്കാണ് വണ്ടിയിലുള്ളത്. ഇതിൻ്റെ മൈലേജ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ടാങ്ക് റേഞ്ച് തന്നെ നമുക്ക് ആ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എത്തുന്നതാണ്. 56 km/L ആണ് ARIA സർട്ടിഫൈഡ് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 95,000 രൂപയാണ് എക്സ്-ഷോറൂം. നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റിയ ഒരു നല്ല 125cc ബൈക്കായിട്ട് ഇത് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. അത്യാവശ്യം ഫീച്ചർ ലോഡാണ്, കാണാനും നല്ല ലുക്കുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് കളർ ആൻഡ് ഗ്രാഫിക്സിലും സ്പെഷ്യൽ എഡിഷൻസിലും ഈ ഒരു ബൈക്ക് നമുക്ക് അവൈലബിൾ ആണ്.